കല്യാണത്തിൻ്റെ പേരിൽ നടത്തുന്ന പല ആഭാസങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന പല പേക്കൂത്തുകളും നിരന്തരമായി നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. എന്നാൽ തങ്ങളുടെ സന്തോഷത്തിനും അവരുടെ ആർഭാടത്തിനും വേണ്ടി നടത്തുന്ന ഇത്തരം കല്യാണങ്ങൾ, ഇത്തരം പേക്കൂത്തുകളും ആഭാസങ്ങളും നിറഞ്ഞ കല്യാണങ്ങൾ, അത് മറ്റുള്ള ആളുകൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് ഉദാഹരണമായ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ സംഭവിച്ചത്. കണ്ണൂരിൽ തൃപ്പങ്ങോട്ടൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു കല്യാണം നടന്നു. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും 2 ദിവസങ്ങളിലായിട്ടായിരുന്നു കല്യാണം നടന്നത്. ആ കല്യാണത്തിൻ്റെ പേരിൽ അവർ കാണിച്ചുകൂട്ടിയ ആഭാസങ്ങൾക്കും അവർ കാണിച്ചുകൂട്ടിയ ആ തോന്നിവാസങ്ങൾക്കും ഇരയായി മാറിയത് വെറും 18 ദിവസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞാണ്. ഈ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും കല്യാണത്തിൻ്റെ ആഘോഷങ്ങളായിരുന്നു. കല്യാണത്തിൻ്റെ പേരിൽ ഇവർ വലിയ പടക്കങ്ങൾ പൊട്ടിക്കുകയാണ്, വലിയ ഉഗ്രശബ്ദമുള്ള പടക്കങ്ങൾ. ആ പടക്കത്തിൽ നിന്ന് കേട്ട ആ ഒരു ശബ്ദത്തിൽ ഭയന്നുകൊണ്ട് ഒരു പിഞ്ചു കുഞ്ഞിനെ ഇപ്പോൾ വളരെയധികം സീരിയസ് ആയിട്ട് അവിടെ കണ്ണൂരിലെ ഒരു ആശുപത്രിയിൽ ICUവിൽ കഴിയുകയാണ്. ആ കുഞ്ഞിൻ്റെ ജീവനെ ഓർത്ത് ആ മാതാപിതാക്കൾ വളരെയധികം ആശങ്കയിലാണ്. അതായത് ഞായറാഴ്ച രാത്രി 10 മണിയോടുകൂടിയാണ് ആദ്യം ഒരു സംഭവം നടക്കുന്നത്. 10 മണിയോടുകൂടി ഇവർ വലിയ പടക്കങ്ങൾ പൊട്ടിക്കുന്നു. ആ ശബ്ദം കേട്ട കുഞ്ഞിൻ്റെ വായും കണ്ണും തുറന്നുപോയി എന്നുള്ളതാണ് അവരുടെ ബന്ധുക്കൾ പറയുന്നത്. നോർമൽ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി കുറച്ച് സമയമെടുത്തു. പിന്നീട് തിങ്കളാഴ്ച കല്യാണ ദിവസത്തിൻ്റെ അന്നും വൈകുന്നേരം ഇത്തരത്തിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായി. ആ സമയത്തും ഇവർ വലിയ ശബ്ദത്തോടു കൂടിയുള്ള പടക്കങ്ങൾ പൊട്ടിച്ചു. അന്നേരം അവർ പൊട്ടിച്ച ആ പടക്കത്തിൻ്റെ ശബ്ദം കാരണത്താൽ കുഞ്ഞിൻ്റെ ജീവൻ പോലും പോയെന്നാണ് അവർ ആദ്യം വിചാരിച്ചത്. കണ്ണൂരിലെ തൃപ്പങ്ങോട്ടൂർ സ്വദേശികളായ അഷ്റഫ് റഫാന ദമ്പതികളുടെ കുഞ്ഞാണ്. ആ കുഞ്ഞിനാണ് ഇത്തരത്തിൽ വളരെയധികം അപകടകരമായ ഒരു അവസ്ഥയുണ്ടായത്. മാത്രവുമല്ല, അഷ്റഫിൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തി അവർ ഗർഭിണിയായിരുന്നു. അവരും ആ വീട്ടിലുണ്ടായിരുന്നു. അവരും ഈ പടക്കത്തിൻ്റെ ശബ്ദം കേട്ട് വളരെയധികം ഭയന്നു പോയെന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ട് ഈ അഷ്റഫ് ആ കല്യാണ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് ഇത് പൊട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ടും അത് വകവയ്ക്കാതെ അവർ പൊട്ടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇവരെല്ലാവരും അയൽവാസികളാണ്, അടുത്തറിയപ്പെടുന്ന ആളുകളാണ്. പക്ഷെ എന്നിട്ടും വകവയ്ക്കാതെ അവർ അത് പൊട്ടിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല, കുഞ്ഞിന് അപസ്മാര രോഗമുള്ളതായിട്ട് ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടന്ന കല്യാണത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം.
നോക്ക്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുഞ്ഞിന്റെ പിതാവ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. കുഞ്ഞിന്റെ നില ക്രിട്ടിക്കലാണ്. പിന്നെ ഈ ചെറിയ കുട്ടിയാണല്ലോ, ചെറിയ ബ്രെയിന് ആർട്ടിന് ഇത് വരാൻ സാധ്യതയുണ്ട്, ഓള് വരാൻ സാധ്യതയുണ്ട്, അതുപോലെ ബ്രെയിനിന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇനി ഇതൊന്നുമില്ല, ഇപ്പൊ നോർമൽ ആണെങ്കിൽ വരും ഭാവിയിൽ ഒന്നും സംഭവിക്കും, ഒന്നും പറയാൻ പറ്റൂല. ചെറിയ കുട്ടിക്കുണ്ടായ ആഘാതമല്ല. ഇന്നലെ MRI സ്കാനിന് വിധേയമാക്കുമ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ എൻ്റെ കൈ വിറച്ചിട്ടുണ്ട്. എന്ത് സംഭവിച്ചാലും പിന്നെ ഹോസ്പിറ്റൽ അധികൃതർ ഉത്തരവാദികളല്ല. എൻ്റെ മകളെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരു ജീവന്റെ നഷ്ടം നികത്തി തരാൻ പറ്റുമോ? ഇവർക്കൊരു ആനന്ദം, ബാക്കിയുള്ള ആൾക്കാർ എത്ര ബുദ്ധിമുട്ടുന്നുണ്ട്. ഭാര്യ മാത്രമല്ല, ഗർഭിണിയായ ഭാര്യന്റെ ഏട്ടത്തി ഉണ്ടല്ലോ, 7 മാസം കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ഗർഭം, അവരും നിലവിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വകവെക്കാതെയാണ്. എല്ലാം ഇവര് ബന്ധുക്കളാണ്, അയൽവാസികളാണ്, എപ്പം കാണുന്ന ആൾക്കാരാണ്. എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ മുന്നിൽ നിന്നാണ് ഇവർ ഇത്തരം പേക്കൂത്തുകൾ, ആഭാസങ്ങൾ നടത്തുന്നത്. 18 ദിവസം പ്രായ കുട്ടികൾ ആലോചിച്ചൊക്കെ, മുതിർന്ന ആൾക്കാർ വരെ ഞെട്ടി ഉണർന്നെന്നാ പറഞ്ഞത്. കുറച്ച് അയൽവാസികളെല്ലാം ഞെട്ടി ഉണർന്നിട്ടുണ്ട്. ഈ പടക്കല്ല, വേറെന്തോനാണ് അത് പോലീസ് അന്വേഷിക്കേണ്ടതാണ്. ഞാൻ ഇന്നലെ അവരോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം ഇത് പൂർണ്ണമായിട്ടൊന്നും നിർത്താൻ കഴിയില്ല. ഇതിനെ ന്യായീകരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. എനിക്ക് എൻ്റെ മകൾക്ക് നീതി കിട്ടണം. ഇനിയൊരു രക്ഷിതാവിനും ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കേട്ടില്ലേ ആ പിതാവ് പറഞ്ഞത്? ഇതിനെതിരെ വളരെയധികം കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇത്തരത്തിൽ കല്യാണത്തിൻ്റെ പേരിലും മറ്റു പല പരിപാടികളുടെ പേരിലുമായി മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള, അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരം സകല പരിപാടികൾക്കും കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സംവിധാനങ്ങൾ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞിന് സംഭവിച്ചതുപോലെ നാളെ ഒരുപക്ഷെ നമ്മുടെ വീടുകളിലെ ഏതെങ്കിലും ഒരു കുഞ്ഞിനായിരിക്കും ഇത്തരത്തിലുള്ള ഓരോ സംഭവങ്ങൾ ഉണ്ടാവുക. നോക്കിതൊരു മുസ്ലിം വീട്ടിൽ നടന്ന ഒരു കല്യാണമാണ്. ആ ദൃശ്യത്തിൽ നിന്ന് നമുക്കത് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. നോക്കൂ, സമൂഹത്തിന് മാതൃകയാകേണ്ട നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇത്തരം കല്യാണത്തിൻ്റെ പേരിൽ നിരന്തരമായി ഓരോ ആഭാസങ്ങളും തോന്നിവാസങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മുസ്ലിം കല്യാണ വീടുകളിൽ, പ്രത്യേകിച്ച് മലബാർ ഭാഗങ്ങളിലൊക്കെ ഇത്തരത്തിൽ നിരന്തരമായ കല്യാണത്തിൻ്റെ പേരിൽ പല ആഭാസങ്ങളും പല പേക്കൂത്തുകളും നടന്നു വരാറുണ്ട്. അത്തരത്തിലുള്ള ആഭാസങ്ങൾക്കെതിരെ ഇസ്ലാമിക പണ്ഡിതന്മാർ നിരന്തരമായി അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട്, അത്തരം കാര്യങ്ങൾക്കെതിരെ ശബ്ദിച്ചുകൊണ്ട് രംഗത്ത് വരാറുണ്ട്. പക്ഷെ അതിനൊന്നും വകവയ്ക്കാതെ, കണക്കിലെടുക്കാതെ ഇത്തരത്തിൽ നിരന്തരമായി ഈ ആഭാസങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ പേരെടുത്തു പറയുന്നില്ല. മുസ്ലിം സമുദായത്തിൻ്റെ നേതാക്കന്മാരെന്നറിയപ്പെടുന്ന ചില നേതാക്കന്മാർ അവർ തന്നെ ഇത്തരം ആഭാസങ്ങൾക്ക് കുടപിടിക്കുമ്പോൾ, അവർ തന്നെ ഇത്തരം ആഡംബര കല്യാണങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് രംഗത്ത് വരുമ്പോൾ, പിന്നെ എങ്ങനെയാണ് മുസ്ലിം സമുദായത്തിലെ ചില ആളുകൾ ഇത്തരം പേക്കൂത്തുകൾ ചെയ്യാതിരിക്കുക? മുസ്ലിം സമൂഹത്തിന് മാതൃകയാകേണ്ടവർ അവർ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്.